സാറാണല്ലോ വിളിക്കുന്നത്. അയ്യോ, എനിക്കാണെങ്കിൽ നെഞ്ചിടിച്ചിട്ട് വയ്യ. അയ്യോ. ഹലോ സാറേ. എന്തായി? അത് പിന്നെ ഇവിടുത്തെ കൊച്ച് കുഞ്ഞിനെ കുളിപ്പിച്ചോണ്ടിരിക്കുക. മോളുടെ തന്തയും തള്ളയും രാവിലെ തന്നെ ഓഫീസിലോട്ട് പോയി. ഓ, അപ്പൊ അവിടുത്തെ ഗ്രഹനാഥനോ? ആ സാറ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ടേ പുറത്തോട്ട് പോയിരിക്കുക. അപ്പൊ ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഞാൻ വിട്ട ആള് പുറത്തു തന്നെയുണ്ട്. എല്ലാവരുടെയും കണ്ണു തെറ്റുന്ന സമയത്ത് എനിക്കൊരു സിഗ്നൽ തന്നാ മതി. തൊട്ടടുത്ത സമയം തന്നെ അവൻ അവിടെ എത്തും. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. സാറേ, എനിക്ക് പേടിയാവോ? നിങ്ങൾ പേടിക്കട്ടെ ജാനമേ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ജാനമ്മയ്ക്ക് മോനും ഒന്നും ഇൻഷുറൻസ് ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല സാറേ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുടുംബം വിറ്റാൽ പോലും ആശുപത്രിയിലെ ബില്ല് കെട്ടാൻ പറ്റില്ല എന്ന്. അതിനൊക്കെ പണം വേണ്ടേ? അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച 1 ലക്ഷം കയ്യിലിരിക്കുക. അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു ചെറിയ കാര്യം മാത്രം ജാനമ്മ ചെയ്തു തന്നാ മതി. ശരി സാറേ, ഞാൻ നോക്കിക്കോളാം. നെഞ്ചിടിപ്പാണ് പേടിയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ കുട്ടിക്ക് എന്നെ തേക്കരുത്. അയ്യോ, എന്റെ പൊന്നു സാറേ, കഴിഞ്ഞ ദിവസം ഞാൻ സാറ് പറഞ്ഞതുപോലൊക്കെ ചെയ്തതാ. ഒന്ന് ചുമ്മാ ഇരിക്കും ജാനമേ. സത്യമാ സാറേ. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കി നോക്കി അവരെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും. അല്ലാതെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് മടിയില്ലാത്തവരാ അങ്ങോട്ട് വരുന്നേ. അവർക്ക് വേണ്ട അവസരം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. എന്റെ ഗുരുവായൂരപ്പ, അതൊരു ദൈവത്വമുള്ള കുഞ്ഞ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും സംഭവിക്കാതിരുന്നത്. അയ്യോ ഈശ്വര, ഇനി എന്തൊക്കെ നടക്കുമെന്നോ. എന്നോട് പൊറുക്കണേ. എന്നാ ആ കാലം പറയുന്ന കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. ഓ, അതൊരു ബാധ്യതയായിപ്പോയി. എന്റെ ഗുരുവായൂരപ്പ, എന്നോട് പൊറുക്കണേ. മോള് ചാച്ചിക്കോട്ടോ. അമ്മേ പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ കേട്ടോ. സുന്ദരി കുട്ടിയായിട്ട് ഉറങ്ങിക്കോളണേ. ഓ, നല്ല മോള്. ജാനമ്മേ, മോളെന്ന് നോക്കിക്കോളണേ. ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. പാലൊക്കെ കുടിച്ചോണ്ട് നല്ല ഉറക്കത്തിലാ. ഹലോ ഹലോ, കുഞ്ഞിനെ ഹാളിൽ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എങ്ങോട്ട് പോരെ?